നമുക്ക് GITന്റെ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 3ൽ നമുക്ക് മെയിനായിട്ട് ഈ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഡ്രെയിനേജ് മെത്തേഡ്സ്, പിന്നെ നമ്മുടെ ഡ്രെയിൻസ്, അതിൻ്റെ ടൈപ്പും കാര്യങ്ങളും, പ്രീ കംപ്രഷൻ, വെർട്ടിക്കൽ ഡ്രെയിൻ, അതാണ് നമുക്ക് മെയിനായിട്ട് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രെയിനേജ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡീവാട്ടറിങ്ങിലേക്ക് കടക്കാം. ഡീവാട്ടറിങ്ങിനെ പറ്റി നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ ഗ്രൗണ്ട് മോഡിഫിക്കേഷൻ ടെക്നിക്സിലെ ഡീവാട്ടറിങ് ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡ്രെയിനേജ് മെത്തേഡ്സ് നോക്കാം. ഡ്രെയിനേജ് മെത്തേഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എക്സസ് വാട്ടർ കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ എക്സസ് വാട്ടറിനെ കൺട്രോൾ ചെയ്യാനും ആ എക്സസ് വാട്ടർ ഫ്ലോനെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രെയിനേജ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് വാട്ടർ ലോഗിങ്, ഇറോഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എല്ലാം കുറയ്ക്കാനായിട്ട് പറ്റും. ഈ കൊടുത്തിരിക്കുന്നതെല്ലാം ഡ്രെയിനേജ് മെത്തേഡ്സ് ആണ്. സർഫസ് ഡ്രെയിനേജ്, സബ് സർഫസ് ഡ്രെയിനേജ്, വെർട്ടിക്കൽ ഡ്രെയിനേജ്, ഡ്രെയിനേജ് ത്രൂ ജിയോസിന്തറ്റിക്സ്, റിലീഫ് വെൽസ്, ഇലക്ട്രോ ഓസ്മോട്ടിക് ഡ്രെയിനേജ് ഒക്കെ. ഇതിൽ നമുക്ക് എല്ലാം പഠിക്കാനില്ല, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതനുസരിച്ച് പഠിക്കാം. ഇപ്പോൾ ഡ്രെയിനേജ് മെത്തേഡ്സ് മെയിനായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വാട്ടറിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് വാട്ടറിനെ കൺട്രോൾ ചെയ്യാനും അത് മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡീവാട്ടറിങ്ങിനെ പറ്റിയിട്ടാണ്. മെത്തേഡ്സ് ഓഫ് ഡീവാട്ടറിങ് സിസ്റ്റംസ്. ഇപ്പോൾ ഡീവാട്ടറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് യൂസ് ടു റിമൂവ് ദി എക്സസ് വാട്ടർ ഫ്രം വേരിയസ് എൻവയോൺമെൻറ്റ്സ്. നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ്, മൈൻസ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ്, അവിടെ നിന്നെല്ലാം ഉണ്ടാവുന്ന എക്സസ് വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീവാട്ടറിങ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മുടെ നീഡ് അനുസരിച്ച്, സൈറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചെല്ലാം നമുക്ക് മെത്തേഡ്സും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഡീവാട്ടറിങ് മെത്തേഡ് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാം. സൈറ്റിൻ്റെ ജിയോളജി, നമുക്ക് എത്രത്തോളം വാട്ടർ അവിടെ നിന്ന് റിമൂവ് ചെയ്യാനുണ്ട്, പിന്നെ നമ്മുടെ ഡീവാട്ടറിങ്ങിൻ്റെ സ്പീഡ്, അവിടുത്തെ എൻവയോൺമെൻറ്റൽ കൺസിഡറേഷൻസ്, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡീവാട്ടറിങ് മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഡീവാട്ടറിങ് മെത്തേഡ്സ് ആണ്. ഓപ്പൺ സം, വെൽ പോയിന്റ്സ്, വാക്വം വെൽ പോയിന്റ്സ്, ഇലക്ട്രോ ഓസ്മോട്ടിക് മെത്തേഡ്സ് എല്ലാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഓപ്പൺ സം. ഇതെല്ലാം ഡീവാട്ടറിങ് മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ ആണ് ഓപ്പൺ സം. അപ്പോൾ ഓപ്പൺ സം ഡീവാട്ടറിങ് സിസ്റ്റം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എക്സസ് വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൺസ്ട്രക്ഷൻ സൈറ്റിലോ അല്ലെങ്കിൽ എക്സ്കാവേഷനിലോ ഒക്കെ വരുന്ന എക്സസ് വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഓപ്പൺ സം എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡീവാട്ടറിങ് ത്രൂ ആൻഡ് ഓപ്പൺ സം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എക്സ്കാവേഷൻ ഓഫ് എ സമ്പ് ആണ്. അതായത് ഏറ്റവും ആദ്യം നമ്മളൊരു ഓപ്പൺ ആയിട്ടുള്ള പിറ്റ് അല്ലെങ്കിൽ സമ്പ് എക്സ്കാവേറ്റ് ചെയ്യാം. ഓക്കെ, എവിടെയാണോ നമുക്ക് ഡീവാട്ടറിങ് ചെയ്യേണ്ടത് അവിടെ. ഇപ്പോൾ നമുക്ക് വാട്ടർ ടേബിള് നമുക്ക് അറിയണം. നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ട വാട്ടർ ടേബിൾ ഏതാണോ അത് നോക്കി വേണം നമ്മൾ ഈ പിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഈ ചിത്രം നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഇനീഷ്യൽ വാട്ടർ ടേബിൾ ഉണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ താഴെ കണ്ടോ, ഇവിടെ നമ്മളൊരു പിറ്റ് അല്ലെങ്കിൽ സമ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഈ വാട്ടർ എല്ലാം കൂടി ഇങ്ങനെ ഒഴുകി ഒഴുകി ഈ സമ്പിനകത്ത് നിറയും. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഓപ്പൺ സമ്പ് എന്ന് പറയുന്നത്. അവിടുന്ന് പിന്നെ നമ്മളൊരു പമ്പ് യൂസ് ചെയ്ത് ആ വാട്ടർ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിക്കേ, ഇനീഷ്യൽ വാട്ടർ ടേബിൾ ഇവിടെയായിരുന്നു, ചേഞ്ച്ഡ് വാട്ടർ ടേബിൾ താഴേക്ക് വാട്ടർ കുറഞ്ഞു വന്നു. സോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു പിറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് നമ്മൾ ലൈനിങ് കൊടുക്കണം. എന്തെങ്കിലും ജിയോ ടെക്സ്റ്റൈൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രാവലൊക്കെ വെച്ചിട്ട് ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമ്പിന് നമ്മൾ ലൈനിങ് കൊടുക്കുക. വാട്ടർ കളക്ഷൻ നടക്കുന്നത് ഗ്രാവിറ്റീൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയാണ്. നാച്ചുറലി എന്ത് ചെയ്യും? വാട്ടർ ഈ പിറ്റിലേക്ക് ഫ്ലോ ചെയ്ത് വന്നോളും. നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയാൽ കാണാം, ഈ ആരോ മാർക്ക് ഇട്ട് കാണിച്ചേക്കുന്നത് വാട്ടർ ആ സമ്പിലേക്ക് ഫ്ലോ ചെയ്ത് വരുന്നു എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ അതിനകത്തേക്ക് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സബ്മേഴ്സിബിൾ പമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ആ രീതിയിലാണ് ഈ സമ്പിൽ നിറയുന്ന വാട്ടറിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതിനുശേഷം റെഗുലർ മോണിറ്ററിങ് ആൻഡ് മെയിൻ്റനൻസ് നെസസറി ആണ്. നമ്മളിവിടെ ഇത് പമ്പും കാര്യങ്ങളൊക്കെ വെക്കുന്നതല്ലേ, അപ്പോൾ ആ രീതിയിൽ ഡീവാട്ടറിങ് ചെയ്യാണ് ഓപ്പൺ സമ്പിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ്. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞു, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വൈഡ്ലി യൂസ് ചെയ്ത് വരുന്ന ഒരു മെത്തേഡാണ് ഓപ്പൺ സം. അത് വളരെ എക്കണോമിക്കലാണ്. ജസ്റ്റ് നമ്മളൊരു സമ്പ് ഉണ്ടാക്കുക, പിന്നെ പമ്പ് വെച്ചിട്ട് നമുക്കത് റിമൂവ് ചെയ്യാനും കളയാനായിട്ട് പറ്റും. സോ എക്കണോമിക്കൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ്.
മോസ്റ്റ് ഓഫ് ദ സോയിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് സോയിൽ ടൈപ്പിലും റോക്ക് കണ്ടീഷൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ സൈറ്റിൽ വലിയ വലിയ ബോൾഡേഴ്സ് ഉണ്ടെങ്കിലോ മാസീവ് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് യൂസ് ചെയ്യുന്ന ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 8 മീറ്റർ ഡെപ്ത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ സമ്പ് യൂസ് ചെയ്തുകൊണ്ട് വാട്ടർ റിമൂവൽ നടത്താനായിട്ട് പറ്റും. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു എക്സ്കാവേഷൻ ആണ് ചെയ്യുന്നത്, അപ്പം അതിൻ്റെ സൈഡിനൊക്കെ കൊളാപ്സ് ആവാനുള്ള ഒരു റിസ്ക് ഉണ്ട് ആൻഡ് റിസ്ക് ഓഫ് ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. അത് രണ്ടുമാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, എക്സ്കാവേഷൻസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡ് കൊളാപ്സ് ആവാം, അല്ലെങ്കിൽ റിസ്ക് ഓഫ് ഇൻസ്റ്റെബിലിറ്റി അതിനുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡീവാട്ടറിങ് മെത്തേഡാണ് ഓപ്പൺ സമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത മെത്തേഡാണ് വെൽ പോയിന്റ്സ്. വെൽ പോയിന്റ്സും ഈ പറഞ്ഞതുപോലെ തന്നെ വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വാട്ടർ ടേബിൾ ലോവർ ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും എക്സ്കാവേഷൻ ഏരിയാസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വെൽ പോയിന്റ്സ്. അതിനെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ സ്റ്റേജ് വെൽ പോയിന്റ്സും ഉണ്ട്, മൾട്ടി സ്റ്റേജ് വെൽ പോയിന്റ്സും ഉണ്ട്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുന്നേ അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ വെൽ പോയിന്റ്സ് വെച്ചിട്ടുള്ള ഡീവാട്ടറിങ് മെത്തേഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫിഗർ പഠിച്ചിരിക്കുക, എന്നിട്ട് ഇതിൻ്റെ സ്റ്റെപ്പും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് ആദ്യം സിംഗിൾ സ്റ്റേജ് വെൽ പോയിന്റ് നോക്കാവേ. ഈ വെൽ പോയിന്റിൽ നമ്മളൊരു പെർഫോറേറ്റഡ് പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ പൈപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 മീറ്റർ ആണ് ആൻഡ് 5 സെന്റിമീറ്റർ ഇൻ ഡയമീറ്റർ. അങ്ങനെയാണ് അത് വരിക. എന്നിട്ട് അതിൻ്റെ ചുറ്റും നമ്മളൊരു സ്ക്രീൻ കൊടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സോയിലിലേക്കാണ് ഇത് ഇറക്കി വെക്കുന്നത്, വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെർഫോറേറ്റഡ് പൈപ്പ് കൊടുക്കുമ്പോൾ അതിൽ ക്ലോഗിങ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രീൻ കൊടുക്കുന്നത്. ഈ ചിത്രം നിങ്ങൾ നോക്കിയാൽ കാണാം, കണ്ടോ, ഇവിടെ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സെക്ഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ പൈപ്പ് ഉണ്ട്, പെർഫോറേറ്റഡ് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ വാട്ടർ റിമൂവ് ചെയ്യുക. പിന്നെ ഇതാ ഏറ്റവും താഴെ ജെറ്റ് നോസിൽ ഉണ്ട്, ഇവിടെ ഒരു ബോൾ വാൽവ് ഉണ്ട്. അതെന്തിനാന്ന് പറയാവേ. ഇപ്പൊ ജെറ്റിംഗ് നോസിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെ, അത് വെച്ചിട്ടാണ് നമ്മൾ സോയിലിലേക്ക് ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. ബോൾ വാൽവ് കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് വാട്ടർ എപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് മാത്രം പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ബോൾ വാൽവ് അവിടെ കൊടുത്തേക്കുന്നത്. Okay, and the well point is fixed at the lower end of a vertical pipe called the riser. ഈ ഫിഗർ നോക്കിയാൽ കാണാം, ഈ മുകളിൽ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ, ഇതാണ് റൈസർ. ഈ റൈസറിലേക്കാണ് നമ്മൾ വെൽ പോയിന്റ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ റൈസേഴ്സ് ഫ്രം മെനി വെൽ പോയിന്റ്സ് ആർ ജോയിൻ ടു എ ബിഗ്ഗർ ഹൊറിസോണ്ടൽ പൈപ്പ് കോൾഡ് ദ ഹെഡർ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം റൈസർ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ റൈസറിലേക്കാണ് വെൽ പോയിന്റ്സ് കണക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരേ ഏരിയയിൽ തന്നെ നമുക്ക് ഒരുപാട് എണ്ണം അങ്ങനെ കൊടുക്കാൻ പറ്റും. അതിനെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യും, ഒരു വലിയ ഹൊറിസോണ്ടൽ പൈപ്പിലേക്ക് കണക്ട് ചെയ്യും. അതിനെയാണ് ഹെഡർ എന്ന് പറയുന്നത്. ഈ റൈസർ എല്ലാം കണക്ട് ആവുന്നത് ഹെഡറിലേക്കാണ്. അതിൻ്റെ ഡയമെൻഷനാണ് കൊടുത്തേക്കുന്നത്. ഹെഡറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 15 to 30 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ ഏരിയയിൽ നമുക്ക് വാട്ടർ റിമൂവ് ചെയ്യേണ്ടി വരുമല്ലോ, അപ്പോൾ അവിടെ ഒരുപാട് വെൽ പോയിന്റ്സ് ഉണ്ടാവും. ഈ വെൽ പോയിന്റുകളെല്ലാം റൈസറിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ചിത്രം കാണുന്നുണ്ടല്ലോ, ഇതാ ഇവിടെ ഒരു റൈസർ ഉണ്ട്, ഇവിടെ റൈസർ ഉണ്ട്. അപ്പോൾ ഈ വെൽ പോയിന്റ്സ് എല്ലാം റൈസറിലേക്ക് കണക്ട് ചെയ്യും. റൈസർ പോയിട്ട് എന്ത് ചെയ്യും, ഇതേപോലെ ഹെഡറിലേക്ക് കണക്ട് ചെയ്യും. ഈ ചിത്രം നോക്കിയാൽ കാണാം, ഈ കാണിക്കുന്ന എന്താണ്, റൈസർ പൈപ്പാണ്. ഇതിങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ ഹെഡർ പൈപ്പ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് കൊടുക്കുക. അതിൻ്റെ സെക്ഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഈ ഹെഡർ പൈപ്പിലേക്ക് എന്ത് ചെയ്യും, എല്ലാ റൈസർ പൈപ്പും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് വാട്ടർ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ സ്പേസിങ്, ഈ വെൽ പോയിന്റ്സ് കൊടുക്കുന്ന സ്പേസിംഗ് എന്ന് പറയുന്നത് ഏകദേശം 1 to 3 മീറ്റർ ഗ്യാപ്പിലാണ് ഓരോ വെൽ പോയിന്റ്സ് നമ്മൾ കൊടുക്കുക കേട്ടോ. പിന്നെ ഈ വെൽ പോയിന്റ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഡ്രിൽ ഹോൾ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ജെറ്റിങ്, നിങ്ങൾ ഈ ഫിഗർ കണ്ടല്ലോ, ഇതിൻ്റെ താഴെ ജെറ്റ് നോസിലുണ്ട്, ബോൾ വാൽവ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഡ്രിൽ ഹോൾ വെച്ചിട്ടോ ഇത് താഴേക്ക് ഇറക്കി വിടാം, അതല്ലാന്നുണ്ടെങ്കിൽ ജെറ്റിംഗ് നോസിലിൻ്റെ ഹെൽപ്പോട് കൂടിയും സോയിലിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ദ വാട്ടർ ഈസ് പമ്പ്ഡ് ത്രൂ ദ റൈസർ പൈപ്പ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. താഴേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ടൊരു ഡെപ്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോസിൽ ഡിസ്ചാർജ് ചെയ്യാം. എന്നിട്ട് ജെറ്റിംഗ് ഒക്കെ നടത്തി നമുക്ക് ഈ റൈസർ പൈപ്പ് അല്ലെങ്കിൽ ഈ പെർഫോറേറ്റഡ് പൈപ്പ് സോയിലിലേക്ക് കൊടുക്കുക. എന്നിട്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, അഡ്വാൻറ്റേജ് ഓഫ് ഇൻസ്റ്റാളേഷൻ ബൈ ജെറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ,
നമ്മൾ ജെറ്റിംഗ് കൊടുക്കുന്ന സമയത്ത് വാട്ടർ അത്രയും പ്രഷറിലാണ് ഈ സോയിലിലേക്ക് വരുന്നത്. അപ്പൊ എന്ത് പറ്റും, കോൾഡ് സോയിൽ മാത്രമായിരിക്കും അവിടെ കിടക്കുക, ഫൈൻ ആയിട്ടുള്ള സോയിലെല്ലാം അവിടെ നിന്ന് തെറിച്ചു പോകും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ചുറ്റും. അതാണ് ഈ ജെറ്റിംഗ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏത് രീതിയിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ വെൽ പോയിന്റ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് പമ്പിങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ പമ്പിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, ഇത് അടുത്തുള്ള വാട്ടറൊക്കെ അതിലേക്ക് വലിച്ചെടുത്തിട്ട് നമുക്ക് ആ രീതിയിൽ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഇങ്ങനെ പമ്പിങ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ വെൽ പോയിന്റിന്റെ ചുറ്റും ഒരു കോൺ ഷേപ്പ് ആയിട്ടുള്ള ഡിപ്രഷൻ ഫോം ചെയ്യും. ഈ ചിത്രത്തിൽ കാണിച്ചു തരേ, ഇത് ആദ്യം ഇത് കണ്ടോ, ഇവിടെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പമ്പിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ ഇതേപോലെ കോൺ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ നമുക്ക് ഫോം ചെയ്യും. അങ്ങനെ വാട്ടർ ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് വെൽ പോയിന്റ്സ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെപ്ത് എന്ന് വെച്ചാൽ 5 to 6 മീറ്റർ. വാട്ടർ ടേബിളിന് നമുക്ക് 5 to 6 മീറ്റർ എങ്കിലും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും വിത്ത് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി 1 × 10⁻⁴ to 1 × 10⁻⁶ m/s. ആ ഒരു കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഉള്ള സോയിലാണ് നമ്മൾ ഈ വെൽ പോയിന്റ്സ് യൂസ് ചെയ്യുക. 5 to 6 മീറ്റർ വാട്ടർ ടേബിൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് അതിന്റെ വേറൊരു ചിത്രം തന്നെയാണ് കാണിച്ചേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒറിജിനൽ വാട്ടർ ടേബിൾ ഉണ്ടായിരുന്നു, അത് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഒരു കോണിക്കൽ ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടി സ്റ്റേജ് വെൽ പോയിന്റ്സ് ആണ്. അതിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതിൽ കാണുമ്പോൾ അറിയാം, ഇത് കണ്ടോ ഇവിടെ ഒരു സ്റ്റേജ് വെച്ചിട്ടുണ്ട്, ഇവിടെ അടുത്ത സ്റ്റേജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്റ്റേജ് ആയിട്ട് ചെയ്യുന്നതാണ് മൾട്ടി സ്റ്റേജ് വെൽ പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം നമ്മൾ സിംഗിൾ സ്റ്റേജ് വെൽ പോയിന്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞു 5 to 6 മീറ്റർ ഡെപ്ത് വരെയാണ് അത് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ മൾട്ടി സ്റ്റേജ് വെൽ പോയിന്റ് സിസ്റ്റം ഒബ്വിയസ്ലി എന്താണ്, ഗ്രേറ്റർ ഡെപ്ത്, മോർ ദാൻ 6 മീറ്റർ ഡെപ്തിൽ നമുക്ക് വാട്ടർ ടേബിൾ റെഡ്യൂസ് ചെയ്യേണ്ട കേസസിലാണ് മൾട്ടി സ്റ്റേജ് വെൽ പോയിന്റ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 അതിൽ കൂടുതലോ റോ ഓഫ് വെൽ പോയിന്റ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, സിംഗിൾ സ്റ്റേജിൽ എന്തായിരുന്നു, ആ ഒരു ഗ്രൗണ്ടിൽ മൊത്തം ഇത്ര സ്പേസിങ് കൊടുത്തിട്ട് കുറേ വെൽ പോയിന്റ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഇവിടെ ഒന്നിൽ കൂടുതൽ റോസിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ദ ഫസ്റ്റ് റോ ഇതാണ്. അവിടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്ക് അടുത്ത റോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെൽ പോയിന്റ്സ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ സ്റ്റേജ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റേജ് 1ൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുക, വെൽ പോയിന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുക, പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ വാട്ടർ ടേബിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 5 മീറ്റർ ഡെപ്ത് വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ആദ്യം കാണിച്ചേക്കുന്ന ആ ഒരു ചിത്രം. ആ 5 മീറ്റർ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത എക്സ്കാവേഷൻ ചെയ്യണം. ഓക്കെ, എന്നിട്ട് അവിടെ വീണ്ടും നമ്മൾ അടുത്ത വെൽ പോയിന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യണം ആ എക്സ്കാവേറ്റ് ചെയ്ത പിറ്റിൽ. എന്നിട്ട് വീണ്ടും പമ്പിങ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ വീണ്ടും വാട്ടർ ടേബിൾ 5 മീറ്റർ ആയിട്ട് കുറയും. അങ്ങനെ സ്റ്റേജ് ആയിട്ടാണ് ഇത് ചെയ്ത് വരുന്നത്. ആദ്യം ഒരു 5 മീറ്റർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ ഫിഗർ കാണുന്ന പോലെ വീണ്ടും എക്സ്കാവേറ്റ് ചെയ്തിട്ട് അടുത്ത 5 മീറ്റർ ചെയ്യുക. ആ രീതിയിൽ ചെയ്തു പോവുക. ഇനി സ്റ്റേജ് 3 എന്ന് വെച്ചാൽ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മതി, കൂടുതൽ ഡെപ്തിൽ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും നമുക്ക് സ്റ്റേജ് 3ൽ വീണ്ടും ഇതേപോലെ എക്സ്കാവേറ്റ് ചെയ്തിട്ട് വാട്ടർ ടേബിൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് മൾട്ടി സ്റ്റേജ് വെൽ പോയിന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാട്ടർ ടേബിൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് റെഡ്യൂസ് ചെയ്യുന്നത്. ഓരോ 5 മീറ്റർ ആ ഒരു രീതിയിൽ. അങ്ങനെ നമുക്ക് അപ് ടു 15 മീറ്റർ വരെ വാട്ടർ ടേബിൾ മൾട്ടി സ്റ്റേജ് വെൽ പോയിന്റ് സിസ്റ്റം വെച്ചിട്ട് വാട്ടർ ടേബിളിൽ നമുക്ക് ലോവർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ സെയിം തന്നെയാണ്, വെൽ പോയിന്റ്സ് തന്നെയാണ്. ഇപ്പം നമ്മൾ സിംഗിൾ സ്റ്റേജിൽ ഈ ഫിഗർ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഹെഡർ പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് പമ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നതെന്ന്. മൾട്ടി സ്റ്റേജിൽ എന്താണെന്ന് വെച്ചാൽ ഓരോ 5 മീറ്ററും കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും എക്സ്കാവേറ്റ് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ലെവൽ ആദ്യം തീർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും എക്സ്കാവേറ്റ് ചെയ്തിട്ട് 5 മീറ്റർ എന്നുള്ള രീതിയിൽ 15 മീറ്റർ വരെ സ്റ്റേജ് 3 വരെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടി സ്റ്റേജ് വെൽ പോയിന്റ് സിസ്റ്റം വെച്ചിട്ട് വാട്ടർ റിമൂവൽ നടത്താൻ വേണ്ടി പറ്റും. ഇനി വരുന്ന അടുത്ത മൂന്നാമത്തെ ഡീവാട്ടറിംഗ് മെത്തേഡാണ്
വാക്വം വെൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ വാക്വം വെൽ പോയിന്റ്സ് എന്ന് വെച്ചാൽ വെൽ പോയിന്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ എന്താ പറയാ, സിൽറ്റി സാൻഡിൽ അല്ലെങ്കിൽ ഫൈൻ സാൻഡിലൊന്നും നമുക്ക് നമ്മളുടെ സാധാരണ വെൽ പോയിന്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് സോയിൽ പാർട്ടിക്കിൾസിന്റെ എഫക്റ്റീവ് സൈസ് ലെസ് ദാൻ 0.05 mm ആയിട്ടുള്ള സിൽറ്റി സാൻഡിലൊന്നും നോർമൽ വെൽ പോയിന്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ വാക്വം വെൽ പോയിന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് സോയിലിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 1 × 10⁻⁵ to 1 × 10⁻⁷ m/s ആണ്. ഓക്കെ, so these soils can be effectively drained by using vacuum well points. അതാണ് വ്യത്യാസം അവിടെ വരുന്നത്, സോയിലിന്റെ പെർമിയബിലിറ്റിയും സോയിലിന്റെ ഗ്രെയിൻ സൈസും. ഓക്കെ, അപ്പൊ ഈ വാക്വം വെൽ പോയിന്റ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഏകദേശം 25 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഹോള് നമ്മൾ ഫോം ചെയ്യണം. ഓക്കെ, വെൽ പോയിന്റിന്റെ ചുറ്റും. നമ്മൾ ഇവിടെ വാക്വം വെൽ പോയിന്റ് എന്നാണ് പേര്. നമ്മൾ മുന്നേ കണ്ടതുപോലെ തന്നെ വെൽ പോയിന്റ്സും റൈസർ പൈപ്പും തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ സാൻഡ് അല്ലെങ്കിൽ സോയിൽ വേറെയാണ്, അതിന്റെ പെർമിയബിലിറ്റി ഒക്കെ വേറെയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് നമുക്ക് ഈ വെൽ പോയിന്റ് മാത്രം പറ്റില്ല, അവിടെ ഒരു വാക്വം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം, വാക്വം പ്രഷർ വേണം നമുക്ക്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ വെൽ പോയിന്റിന്റെയും റൈസർ പൈപ്പിന്റെയും ചുറ്റും ഏകദേശം 25 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഹോള് ഫോം ചെയ്യുക. ഈ ചിത്രം നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇതേപോലെ ഹെഡർ ഉണ്ട്, റൈസർ പൈപ്പ് ഉണ്ട്, അതിന്റെ ചുറ്റും കണ്ടോ ആ 25 സെന്റിമീറ്റർ ഡയമീറ്ററിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ഹോളാണിത്. അതിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ മെറ്റീരിയൽ ഫില്ല് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ 25 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു മീഡിയം ടു കോഴ്സ് സാൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ് ടു അബൌട്ട് 1 മീറ്റർ ഫ്രം ദ ടോപ്പ്. ഈ ഫിഗർ കാണാം, ഈ ടോപ്പിൽ നിന്ന് 1 മീറ്റർ താഴേക്ക് ഡെപ്ത് വിട്ടിട്ട് അതിൽ എന്ത് ചെയ്യുക, ഒരു മീഡിയം ടു കോഴ്സ് എന്ത് ചെയ്യുക, സാൻഡ് അല്ലെങ്കിൽ മെറ്റീരിയൽ അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. മീഡിയം ടു കോഴ്സ് സാൻഡ് അതിനകത്ത് ഫില്ല് ചെയ്യുക. ടോപ്പിലുള്ള 1 മീറ്റർ പോർഷൻ നമ്മൾ സീൽ ചെയ്യാണ് ചെയ്യുന്നത്. എന്തെങ്കിലും സീലിംഗ് മെറ്റീരിയൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ടാമ്പിംഗ് ക്ലേ എല്ലാം വെച്ചിട്ട് മുകളിലത്തെ 1 മീറ്റർ നമ്മൾ സീൽ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വാക്വം പമ്പിലേക്ക് ഹെഡർ കണക്ട് ചെയ്യുക. ആ രീതിയിലാണ് നമ്മൾ വാക്വം വെൽ പോയിന്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒറിജിനൽ വാട്ടർ ടേബിൾ കണ്ടല്ലോ, ഈ വാട്ടർ ടേബിളിന്റെ പ്രഷർ എന്ന് പറയുന്നത് ശരിക്കും ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ടായിരിക്കും നിൽക്കുക. നമ്മൾ ഈ റൈസർ പൈപ്പും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം ഉണ്ടായിരുന്ന ഒറിജിനൽ വാട്ടർ ടേബിളിന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാറും. ആ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ചേഞ്ച് വന്നിട്ട് പ്രഷർ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നിലവിൽ പ്രഷർ ഓൺ ദി വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലെ പമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ വാട്ടർ ടേബിളിൽ അവിടെ ഉണ്ടായിരുന്നത് ഇനിഷ്യലി എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരുന്നു. ഇങ്ങനെ നമ്മൾ പമ്പിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ റെഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ പ്രഷർ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഓക്കെ, ആ പ്രഷർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സക്ഷൻ കാരണം എന്ത് ചെയ്യുന്നു വെച്ചാൽ വാട്ടർ അങ്ങോട്ടത്തേക്ക് വലിച്ച് അല്ലെങ്കിൽ ഈ വാട്ടർ ഈ ഡ്രെയിനിന്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങും. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വാക്വം വെൽ പോയിന്റ്സ് വെച്ചിട്ട് റിമൂവ് ചെയ്ത് കളയുന്നത്. ഗ്രൗണ്ട് വാട്ടർ വേഗം തന്നെ ഈ വാക്വം സോണിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുക. പമ്പിങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ഫിഗർ കണ്ടില്ലേ, ഇവിടെയാണ് നമുക്ക് വാക്വം ക്രിയേറ്റ് ആയി വരിക. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വാട്ടറിന്റെ പ്രഷർ വേരിയേഷൻ കൊണ്ട് അത് വേഗം എന്ത് ചെയ്യും, ഈ വെൽസിന്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അവിടെ നിന്ന് നമുക്ക് പമ്പ് ചെയ്ത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് യൂഷ്വലി കുറേ സമയം എടുക്കുന്ന പ്രോസസ്സാണ്. യൂഷ്വലി സെവറൽ വീക്സ് വേണം ഈ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. ഈ രീതിയിലാണ് വാക്വം വെൽ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ വാട്ടർ റിമൂവ് ചെയ്യുന്നത്. മറ്റേ വെൽ പോയിന്റ്സ് പോലെ തന്നെ പെർഫോറേറ്റഡ് പൈപ്പും ഹെഡേഴ്സും റൈസേഴ്സും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സോയിലിൽ വരുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ സോയിൽ കണ്ടീഷനിൽ വരുന്ന ഡിഫറൻസ് കൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു കാര്യം ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു വാക്വം ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റും ഒരു 25 സെന്റിമീറ്റർ ഡയമീറ്ററിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക,
മീഡിയം ടു കോഴ്സ് സാൻഡ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ടോപ്പിലെ ആദ്യത്തെ ഒരു 1 മീറ്റർ ഒരു സീലിംഗ് മെറ്റീരിയലും വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് പമ്പിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ വാക്യൂം ക്രിയേറ്റ് ആവുന്നത് കൊണ്ട് ഒറിജിനൽ വാട്ടർ ടേബിളിൽ നിന്ന് വാട്ടർ ഫ്ലോ ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. ഓക്കെ, ആ രീതിയിലാണ് വാക്യൂം വെൽ പോയിന്റ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത മെത്തേഡാണ്, ഇത് ലാസ്റ്റ് മെത്തേഡാണ് ഇലക്ട്രോ ഓസ്മോസിസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊഹസീവ് സോയിലിലെ വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. DC കറണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രോ ഓസ്മോസിസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആനോഡ്സും കാഥോഡ്സും നമ്മൾ യൂസ് ചെയ്യും. ആനോഡിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പോർ വാട്ടർ ശരിക്കും കാഥോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക, അവിടെ നമ്മൾ പമ്പ് ചെയ്ത് കളയാണ് ചെയ്യുക. ആ രീതിയിലാണ് ഇലക്ട്രോ ഓസ്മോസിസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദ വാട്ടർ ഈസ് കളക്റ്റഡ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡിസ്ചാർജ്. ഓക്കെ, ഒരു കൺവെൻഷണൽ വെൽ പോയിന്റ് സിസ്റ്റത്തിലേതുപോലെ തന്നെ. സോ ഇലക്ട്രോ ഓസ്മോസിസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഫിഗർ കണ്ടല്ലോ, ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആനോഡ് ഈ താഴെ കാണിച്ചേക്കുന്നതാണ് ആനോഡ്, ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, കാഥോഡും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മണ്ണിൽ പോർ വാട്ടറിൽ ഈ മിനറൽസ് ഒക്കെ ലയിക്കുമ്പോൾ അതിൽ പോസിറ്റീവ് അയൺസ് ഉണ്ടാവും, means cations. Okay, cations are formed in pore water when the dissolved minerals go into the solution. Ini these cations move towards the negatively charged surface. Okay, ee cations negative charge ulla clay minerals like attract ആവും. പിന്നെ നമ്മൾ വാട്ടർ മോളിക്യൂൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് ഡൈപോൾസ് ആണ്, മീൻസ് ഒരു പോസിറ്റീവ് എൻഡും ഒരു നെഗറ്റീവ് ഉണ്ട്, അത് നെഗറ്റീവ് എൻഡും അതിനുണ്ട്. സോ കാറ്റയോൺസ് എന്ത് ചെയ്യും, കാറ്റയോൺസ് വാട്ടർ മോളിക്യൂൾസിന്റെ നെഗറ്റീവ് എൻഡിനെയും അട്രാക്ട് ചെയ്യും. ആ രീതിയിലാണ് ഇതിന്റെ ഒരു മെക്കാനിസം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ ആനോഡ്സ് ആർ ഇൻ ദ ഫോം ഓഫ് സ്റ്റീൽ റോഡ്സ്. ആനോഡ്സ് സ്റ്റീൽ റോഡ്സ് ആണ്, ഈ ചിത്രം കണ്ടില്ലേ, ആനോഡ്സ് സ്റ്റീൽ റോഡ്സ് ആണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. നെഗറ്റീവ് ആയിട്ടുള്ള കാഥോഡ്സ് ഉണ്ട്, അത് പെർഫോറേറ്റഡ് പൈപ്സ് ആണ്. ഓക്കെ, കാഥോഡ്സ് ആർ ഇൻ ദ ഫോം ഓഫ് പെർഫോറേറ്റഡ് പൈപ്സ്. അപ്പം നിങ്ങൾ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ആനോഡ് കൊടുക്കുന്നത് ഇത് കണ്ടോ, ഈ സ്ലോപ്പിന്റെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ആനോഡ് കൊടുക്കുന്നത്, നിയർ ദ ടോ ഓഫ് ദ സ്ലോപ്പ്. കാഥോഡ് ആണെങ്കിൽ നോക്കിക്കേ, ഈ സ്ലോപ്പ് കട്ടിൽ നിന്നും ഏകദേശം കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് കാഥോഡ് കൊടുക്കേണ്ടത്. ഒരു 4 to 5 meters away from the സ്ലോപ്പ് കട്ടാണ് കാഥോഡ് കൊടുക്കേണ്ടത്. അപ്പൊ ആനോഡ് സ്റ്റീൽ റോഡ്സ് ആണ്, കാഥോഡ്സ് എന്താണ്, പെർഫോറേറ്റഡ് പൈപ്സ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇതിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ വാട്ടർ മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്യും. എന്നിട്ട് ആ രീതിയിൽ നമുക്കിത് പമ്പ് ചെയ്ത് കളയാനായിട്ടാണ് പറ്റുക. So the electrodes are arranged so that natural direction of flow of water is reversed and is directed away from the excavation. അതായത് ആനോഡും ഈ കാഥോഡും ഈ രീതിയിൽ പ്ലേസ് ചെയ്തേക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ എക്സ്കാവേഷൻ ഉള്ള ഏരിയയിൽ നിന്ന് വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ അറേഞ്ച്മെന്റ് കാരണം നമുക്ക് സ്ലോപ്പിന്റെ സ്ലഫിംഗ് എല്ലാം പ്രിവെന്റ് ചെയ്യാം. സ്ലഫിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ലോപ്പ് ഇടിഞ്ഞു വീഴുന്നതൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോ ഓസ്മോസിസ് ആണ്, നമ്മൾ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ ഏകദേശം 20 to 30 amperes ഓഫ് ഇലക്ട്രിസിറ്റി, ഒരു 40 to 180 വോൾട്ടേജിലുള്ള ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ അവിടെ പാസ് ചെയ്ത് പോകുന്നത്. കൺസംഷൻ എനർജി എന്ന് പറയുന്നത് 0.5 to 10 kW/m³ ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, ഇതേപോലെ വാട്ടർ മോളിക്യൂൾസും ഇതേപോലെ ഈ കാഥോഡിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പമ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഹൈലി എക്സ്പെൻസീവ് ആണ് കമ്പയർഡ് ടു അതർ മെത്തേഡ്സ്. കാരണം ഹൈ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ ഒരു മെത്തേഡും നമുക്ക് പോസിബിൾ അല്ലാത്ത കേസസിൽ മാത്രമാണ് ഇലക്ട്രോ ഓസ്മോസിസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. ആൻഡ് അതിന് വേണ്ട നോർമലി വരുന്ന ഒരു പെർമിയബിലിറ്റി എന്ന് പറയുന്നത് കൊഹസീവ് സോയിലാണ് യൂസ് ചെയ്യുന്നത് വിത്ത് ലോ പെർമിയബിലിറ്റി. 1 × 10⁻⁵ to 1 × 10⁻⁸ m/s പെർമിയബിലിറ്റി വരുന്ന സോയിലാണ് ഇലക്ട്രോ ഓസ്മോസിസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും കൂടി പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ്, ഈ 4 നമ്മൾ പറഞ്ഞ ഡ്രെയിനേജ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡീവാട്ടറിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ആദ്യം മുതൽ ഒന്നും കൂടി ഒന്ന്
പറയാം. ഓപ്പൺ സമ്പ് ഉണ്ട്, അതൊന്നുമില്ല. ഈ നമുക്ക് വാട്ടർ റിമൂവ് ചെയ്യേണ്ട ഏരിയയിൽ ജസ്റ്റ് ഒരു പിച്ച് ക്രിയേറ്റ് ചെയ്യുക, വെള്ളം തന്നെ അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്ത് വരും, അവിടെ നമ്മൾ പമ്പ് ചെയ്ത് കളയാണ് ചെയ്യുക. പിന്നെ അടുത്താണ് വെൽ പോയിന്റ്സ്. അത് ഈ പറഞ്ഞ പോലെ വെൽസ് സോയിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, അത് റൈസർ പൈപ്പായിട്ടും ഹെഡർ പൈപ്പായിട്ടും കണക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുക. വാക്യൂം വെൽ പോയിന്റ്സ് ആകുമ്പോൾ എന്താ പറ്റുക, സോയിൽ മാറി. സാധാരണ വെൽ പോയിന്റ്സ് വർക്ക് ചെയ്യാത്ത സിൽറ്റി ആയിട്ടുള്ള സോയിലാണ് നമ്മൾ വാക്യൂം വെൽ പോയിന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാക്യൂം വെൽ പോയിന്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ വെൽ പോയിന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യും, എന്നിട്ട് അതിൻ്റെ ചുറ്റും ഒരു 25 സെന്റിമീറ്റർ ഡയമീറ്ററിൽ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്തേക്ക് എന്താ പറയുക, കോഴ്സ് സാൻഡ് ഫില്ല് ചെയ്യുക, ഏറ്റവും മുകളിൽ ഒരു സീല് വെച്ച് ഫില്ല് ചെയ്യുക, എന്നിട്ട് ഈ ഒരു ഏരിയയിൽ ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് ഇവിടെ നമ്മൾ വാട്ടർ ടേബിൾ റെഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോ ഓസ്മോസിസ് മെത്തേഡ് ആണെങ്കിലോ ഒരു മെത്തേഡും പറ്റാത്തൊരു കണ്ടീഷനിൽ എന്ത് ചെയ്യുക, ആനോഡ്സും കാഥോഡ്സും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വാട്ടർ മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്യുക. ആനോഡും കാഥോഡും യൂസ് ചെയ്യുമ്പോൾ എന്ത് വെച്ചെന്ന് വെച്ചാൽ വാട്ടർ കാഥോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകും. ഇവിടെ നമ്മൾ കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത് പെർഫോറേറ്റഡ് പൈപ്പ്സ് ആണ്. അങ്ങനെ ആ പൈപ്പ് വഴി നമുക്ക് വാട്ടർ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 ഡീ വാട്ടറിംഗ് മെത്തേഡ്സ്.